ഹായ്. നെക്സ്റ്റ് റിസൾട്ട് ഒരു മെട്രിക് സ്പേസിൻ്റെ കോമ്പാക്ട് സബ്സെറ്റുകളെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. അതിൻ്റെ റൂഡിൻ്റെ ടെക്സ്റ്റിലെ പ്രൂഫിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആർ വിത്ത് യൂഷ്വൽ മെട്രിക് എടുത്തിട്ട് അതിൻ്റെ കോമ്പാക്ട് സബ്സെറ്റുകളെല്ലാം ക്ലോസ്ഡ് ആണെന്ന് കാണിക്കട്ടെ. എന്നിട്ട് ഞാൻ റൂഡിൻ്റെ പ്രൂഫിലേക്ക് വരാം. അപ്പോൾ ഞാൻ ആർ വിത്ത് യൂഷ്വൽ മെട്രിക് എടുത്തു. അതിൻ്റെ ഒരു സബ്സെറ്റ് ഈ കോമ്പാക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് ഞാൻ എന്താ കാണിക്കേണ്ടത്? ഈ ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണെന്ന് കാണിച്ചാൽ പോരെ. സോ ഈ കോംപ്ലിമെൻറ്റ് ഈസ് ഓപ്പൺ എന്ന് കാണിക്കണം. അതാണ് എനിക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ കോമ്പാക്റ്റ് ആണെങ്കിൽ ഈ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണോ? ഇതാ ചോദ്യം. അപ്പോൾ കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു സെറ്റ് ഓപ്പൺ ആണെന്ന് കാണിക്കാൻ എന്താ വേണ്ടത്? അതിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റും അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാണ് കാണിക്കണം. അതായത് ഇവിടുത്തെ ഒരു പോയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു നൈബർഹുഡ് ആ സെറ്റ് തന്നെ എടുത്ത് കാണിക്കണം. ആ സെറ്റ് തന്നെ ഉണ്ടെന്ന് കാണിക്കണം. യെസ്. സോ ഞാനൊരു പോയിൻ്റ് ആ സെറ്റ് നിന്ന് എടുക്കട്ടെ. പി ബിലോങ്സ് ടു ഈ കോംപ്ലിമെൻറ്റ്. ഇനി പിൻ്റെ ഒരു നൈബർഹുഡ് ഈ സെറ്റിൽ തന്നെ ഉണ്ടെന്ന് കാണിച്ചാൽ ഇത് ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണല്ലോ. ഹെൻസ് ഈ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആവുമല്ലോ. റെഡി. അപ്പോൾ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചിത്രം വരയ്ക്കട്ടെ. ആ റിയൽ ലൈനാണത്. അതിൻ്റെ മുകളിൽ ഞാൻ ഈ പി മാർക്ക് ചെയ്യട്ടെ. ഈ പീൻ്റെ പ്രത്യേകത എന്താണ്? പി ഈ കോംപ്ലിമെൻറ്റിന് എടുത്താണ്. അപ്പോൾ പി എവിടെ ഉണ്ടാവില്ല? ഈയിൽ ഉണ്ടാവില്ല. സോ ഈ പോയിൻ്റ് പി ഈയിലില്ലാത്തൊരു പോയിൻ്റാണ്. ഓർമ്മയിൽ വേണം. അപ്പോൾ എനിക്ക് പിൻ്റെ ഒരു നൈബർഹുഡ് ഈ സെറ്റിൽ നിന്ന് കാണിച്ചാൽ പി ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആവും. അതിന് എനിക്കുള്ള ഡാറ്റ എന്താണ്? ഈ കോമ്പാക്റ്റ് എന്നുള്ളതാണ്. വിച്ച് മീൻസ് ഈയുടെ ഏതൊരു ഓപ്പൺ കവറിനും ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്നുള്ള ആ ഡാറ്റ ഉപയോഗിച്ചിട്ട് വേണം എനിക്ക് പിയുടെ ഒരു നൈബർഹുഡ് കണ്ടുപിടിക്കാൻ ഇതിൽ തന്നെയല്ലേ. യെസ്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയ രീതിയിൽ ഒരു ഓപ്പൺ കവറൊക്കെ ചൂസ് ചെയ്തിട്ട് ഞാനത് പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ചിത്രം നോക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വെയിറ്റ് ആൻഡ് സീ. ഇപ്പോൾ ഞാൻ ഒരു ഓപ്പൺ കവർ കൊണ്ടുവരികയാണ്. ഇത് ഇതിൻ്റെ ഒരു നൈബർഹുഡിൽ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ കവർ സെലക്ട് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ വി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പൺ സെറ്റ് ഡിഫൈൻ ചെയ്യട്ടെ. വി എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? പി പ്ലസ് 1/n പി മൈനസ് 1/n മാർക്ക് ചെയ്യുക. എന്നിട്ട് പി പ്ലസ് 1/n മുതൽ അങ്ങോട്ടുള്ള എല്ലാ നമ്പേഴ്സും, പി പ്ലസ് 1/n ഉണ്ടാവില്ല, ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും, അതുപോലെ തന്നെ പി മൈനസ് 1/n മുതൽ പിറകോട്ടുള്ള എല്ലാ നമ്പേഴ്സും, അതുപോലെ പി മൈനസ് 1/n ഉണ്ടാവില്ല. അപ്പോൾ ഈ സെറ്റും ഈ സെറ്റും അതിൻ്റെ യൂണിയനാണ് വി എന്നോട് ഉദ്ദേശിച്ചത്. ഞാൻ ഇവിടെ എഴുതി തരാം. ഇറ്റ് ഈസ് ഈക്വൽ ടു -∞ പി മൈനസ് 1/n. പി മൈനസ് 1/n ഇല്ല. യൂണിയൻ പി പ്ലസ് 1/n ഇൻഫിനിറ്റി. മനസ്സിലായല്ലോ? ഈ സെറ്റ് ഓപ്പൺ അല്ലേ? കാരണം ഇത് രണ്ട് ഓപ്പൺ ഇൻ്റർവൽസിൻ്റെ യൂണിയനാണ്. വി എൻ ഓപ്പൺ ആണ്. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കുക. എന്താ V1 എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. V1 എന്ന് പറഞ്ഞാൽ എന്താ പറയുക? പി പ്ലസ് 1 മുതൽ അങ്ങോട്ടുള്ള എല്ലാവരും, പി മൈനസ് 1 മുതൽ ബാക്കോട്ടുള്ള എല്ലാവരും അല്ലേ പി പ്ലസ് 1 എന്ന് പറയുക. അല്ല, അതല്ലേ V1 എന്ന് പറയുക. V2 അപ്പോൾ എവിടെ എത്തും? കുറച്ചുകൂടി അടുത്തേക്ക് വരും. പി പ്ലസ് 1/2 മുതൽ അങ്ങോട്ടുള്ള എല്ലാവരും, പി മൈനസ് 1/2 മുതലുള്ള എല്ലാവരുമാണ് V2 വരിക. പോസ്റ്റ് ചെയ്തിട്ട് ചിത്രം വരച്ച് നോക്കണേ. V3 കുറച്ചുകൂടി എടുക്കൂലേ? പി പ്ലസ് 1/3 മുതലുള്ള അങ്ങോട്ടുള്ള എല്ലാവരും വരും, പി മൈനസ് 1/3ൻ്റെ പിറകുള്ള എല്ലാവരും വരും. അപ്പോൾ അതാ ഈ V1 V2 V3 ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതിൻ്റെ അടുത്തേക്ക് വരില്ല ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കൂ. വാട്ട് ഈസ് യൂണിയൻ n ഈക്വൽ ടു 1 to ∞ Vn? നീ കിട്ടിയ ഉത്തരം എന്താ? അതിങ്ങനെ ഈ പി ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാവരും അതിൻ്റെ യൂണിയൻ്റെ അകത്ത് വരില്ലേ? കാരണം അതിങ്ങനെ അടുത്തടുത്തേക്ക് വരില്ലേ. പോസ്റ്റ് ചെയ്തിട്ട് റിഗ്രസ് ആക്കുക. ദിസ് ഈസ് ആക്ച്വലി ആർ മൈനസ് പി. പി ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഈ യൂണിയൻ്റെ അകത്ത് വരും അല്ലേ. അപ്പോൾ ഈ ഇതിൻ്റെ സബ്സെറ്റ് അല്ലേ. കാരണം ഈൻ്റെ അകത്ത് പി ഉണ്ടോ? പി ഈലും ഇല്ല. ഇവിടെ ആകെ മിസ്സിങ് ആരേ ഉള്ളൂ? പി ഉള്ളൂ. അപ്പോൾ ഈ ഇതിൻ്റെ സബ്സെറ്റ് അല്ലേ. യെസ്, ഈ സബ്സെറ്റ് ഓഫ് ദിസ് സെറ്റ്. അപ്പോൾ എനിക്കിങ്ങനെ എഴുതാൻ പറ്റും, ഈ സബ്സെറ്റ് ഓഫ് യൂണിയൻ n ഈക്വൽ ടു 1 to ∞ Vn. മനസ്സിലാവാത്തൊരു പോസിറ്റീവ് ആലോചിക്കുക. കാരണം എന്താ? ഈ സെറ്റ് പറഞ്ഞാൽ ഇതാണ് അല്ലേ. ഇതിൻ്റെ അകത്ത് ആരേ മിസ്റ്റേക്ക് ഉള്ളൂ? പി മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഈ സെറ്റ് ഉണ്ട്. നമ്മൾ ഈയിലും ആര് മിസ്സാണ്? പി മിസ്സാണ് അല്ലേ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള റിയൽ നമ്പേഴ്സൊക്കെ ഇവിടെ ഉണ്ടാകും. ക്ലിയർ അല്ലേ? സോ ഈസ് സബ്സെറ്റ് ഓഫ് ദിസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ? ഓരോ വി എനും ഓപ്പൺ ആണ്. സോ ദിസ് ഇസ് യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ്. അപ്പോൾ ഇത് ഈയുടെ ഒരു ഓപ്പൺ കവറാണ്. അപ്പോൾ ഇതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവില്ലേ? ഉണ്ടാവുമല്ലോ. യെസ്. ആ ഫൈനൈറ്റ് സബ് കവർ ഞാൻ ഇവിടെ എഴുതട്ടെ. അപ്പോൾ
ഈനെ അങ്ങനെ എഴുതാൻ പറ്റും. യൂണിയൻ ഓഫ് ഇതിൻ്റെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഇതിന് ഫൈനൽ സബ് കവർ ഉണ്ടാവും. അതിന് ഈ സബ്സെറ്റ് ഓഫ് VN1 യൂണിയൻ VN2 എക്സെട്രാ യൂണിയൻ VNK എന്ന് എഴുതട്ടെ അല്ലേ. ഇതിൻ്റെ അകത്തൊരു K നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സ് മതി ഇതിനെ കവർ ചെയ്യാൻ. കാരണം ഈ കോമ്പാക്റ്റ് ആണ്, ഏത് കവറിനും ഫൈനൽ സബ് കവർ ഉണ്ട്. ഇനിയും നിങ്ങൾ പോസിറ്റ് ആലോചിച്ച് നോക്കി, ഈ യൂണിയനെ എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങൾ നോക്കുക, V1ഉം V2ഉം തമ്മിൽ യൂണിയൻ എടുത്താൽ ഏതാ വരിക? V2 വരിക. കാരണം V1 തന്നെ എന്താ അല്ലേ, V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P+1 മുതൽ അങ്ങോട്ടുള്ള എല്ലാവരും അല്ലേ. V1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് P+1 മുതൽ അങ്ങോട്ടുള്ള എല്ലാവരും P-1 മുതൽ ബേക്കോട്ടുള്ള എല്ലാവരുമാണ് അല്ലേ. ഇതാണ് V1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. V2 കുറച്ചുകൂടി അടുത്തേക്ക് എത്തി, വലിയ സെറ്റാണത് അല്ലേ. V2 പറയുമ്പോൾ P-1/2 മുതൽ അതിൻ്റെ പിറകോട്ടുള്ള കംപ്ലീറ്റ് ആൾക്കാർ വരും. അതുപോലെ തന്നെ P+1/2 അങ്ങോട്ടുള്ള എല്ലാവരും ആയിട്ട് വരും. അപ്പോൾ V1ഉം V2 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ V2 അല്ലേ വലുത് അല്ലേ. V2 ഇവിടെ അങ്ങോട്ടുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ V2ൻ്റെ സബ്സെറ്റായിട്ട് ആര് വരും? V1 വരും അല്ലേ. V3 കുറച്ചുകൂടി വലുതാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും ആക്ച്വലി V1 സബ്സെറ്റ് ഓഫ് V2 സബ്സെറ്റ് ഓഫ് V3 സബ്സെറ്റ് ഓഫ്, ഇങ്ങനെ ഒരു നെസ്റ്റഡ് ആയിട്ട് അത് പോണത്. നിങ്ങൾ പോസിറ്റ് മനസ്സിലാക്കി പോകട്ടോ അല്ലേ. V1 ഏറ്റവും ചെറുത്, V2 അതിനേക്കാളും കുറച്ചുകൂടി വലുത്, കുറേ ആൾക്കാരെ കൊള്ളുന്നുണ്ട്, V3 അതിനേക്കാളും ആൾക്കാരെ കൊള്ളുന്നുണ്ട്, അങ്ങനെ ഇതാ വരിക. അപ്പോൾ നോക്കിതാ ഇതിൻ്റെ ഇപ്പോൾ ഇതാ V1 V2 V3 യൂണിയൻ എടുത്താൽ എനിക്ക് ഏതാ കിട്ടുക? V3 കിട്ടുക. പോസിറ്റ് മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ ഫൈനൽ നമ്പർ ഓഫ് ആൾക്കാരുള്ളത്, ഇതിൻ്റെ യൂണിയൻ തന്നെ ഏതാ വരിക? ഇപ്പോൾ ഇവിടുത്തെ V1ഉം V2ഉം V4 യൂണിയൻ എടുത്താൽ 4 വരിക. അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതാണ് എൻ്റെ യൂണിയനിൽ വരിക. അപ്പോൾ ഇതിൻ്റെ യൂണിയൻ ആയിട്ട് ആരാ വരിക? ഈ N1 N2 എക്സെട്രാ NKൻ്റെ മാക്സിമം M ആണെന്ന് വിചാരിച്ചോ. M ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് N1 N2 എക്സെട്രാ NK. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു VM എന്ന് വരില്ലേ, അത് VM എന്നാവില്ലേ. അപ്പോൾ എവിടെ ഉണ്ട്? VMൻ്റെ അകത്തുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി നോക്കുക, ഈ VM എന്ന് പറഞ്ഞാൽ എന്താ? VM എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്താ VM ഈസ് ഈക്വൽ ടു ഓപ്പൺ -∞ അല്ലേ, P-1/m യൂണിയൻ P+1/m ∞ അതല്ലേ അല്ലേ. അതാണ് VM അല്ലേ. വരയ്ക്കുകയാണെങ്കിൽ P ഇവിടെ P+1/m P-1/m അല്ലേ. ക്ലിയർ അല്ലേ. ഇതല്ലേ ഇവിടുന്ന് കൂടുതലൊരു ഇതല്ലേ VM. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞത് ഈ VMൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ കിടക്കുന്നത് എവിടെയാണ്? ഇതിൻ്റെയും സബ്സെറ്റായിട്ടാണുള്ളത് അല്ലേ. അപ്പം ഇവിടെ ആരെങ്കിലും അപ്പോൾ ഉണ്ടാവുമോ? മനസ്സിലാക്കുക, കംപ്ലീറ്റ്ലി VMൻ്റെ അകത്താണുള്ളത്, ഇതിലാണുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലും എവിടെ ഉണ്ടാവുമോ? ഇല്ലല്ലോ. ക്ലിയർ അല്ലേ. അപ്പം ഇവിടെ ആരും തന്നെ ഇല്ല. വിച്ച് മീൻസ് ഈ ഇൻ്റർവൽ ഒന്ന് എടുത്തു നോക്കുക. P-1/m P+1/m. ഇൻ്റർവൽ പറഞ്ഞാൽ ഈ കഷ്ണം അല്ലേ. ഇതിലുള്ള ആരെങ്കിലും ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? കംപ്ലീറ്റ്ലി ഇവിടെ ഉള്ളത്, ഇതിൻ്റെ പുറത്താണ് ഉള്ളത്. ഇപ്പോൾ സെറ്റിലുള്ള ആരും തന്നെ എവിടെ ഇല്ല? ഇല്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എവിടെ ഉള്ളത്? കോംപ്ലിമെൻറ്റിലുള്ളത്. സെറ്റ് കംപ്ലീറ്റ്ലി എവിടെയാണ്? സബ്സെറ്റ് ഓഫ് കോംപ്ലിമെൻറ്റാണ്. ഇത് Pൻ്റെ നൈബർഹുഡ് അല്ലേ. Pൻ്റെ 1/m റേഡിയസ് ഉള്ള നൈബർഹുഡ് അല്ലേ. Pയുടെ 1/m റേഡിയസ് ഉള്ള നൈബർഹുഡ് കംപ്ലീറ്റ്ലി എവിടെ ഉണ്ട്? കോംപ്ലിമെൻ്റ് ഉണ്ട്. എൻ്റെ ഡ്യൂട്ടി എന്തായിരുന്നു? ഞാൻ കോംപ്ലിമെൻ്റ് ഒരു പോയിൻ്റ് എടുത്തു, അതിൻ്റെ ഒരു നൈബർഹുഡ് ആ സെറ്റിൽ തന്നെ കാണിക്കലേ വേണ്ടിയിരുന്നത്. ആ നൈബർഹുഡ് ഇതാ അല്ലേ. അപ്പോൾ ഞാൻ കോംപ്ലിമെൻ്റ് എന്നൊരു പോയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ നൈബർഹുഡ് അതിൽ തന്നെ ഉണ്ടെന്ന് കാണിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ പോയിൻറ്റും ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാണ്. ഹെൻസ് കോംപ്ലിമെൻ്റ് ഈസ് ഓപ്പൺ, വിച്ച് മീൻസ് ദ കോമ്പാക്ട് സെറ്റ് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ ആറിൻ്റെ ഏതൊരു കോമ്പാക്ട് സബ്സെറ്റും ക്ലോസ്ഡ് ആണ് ഞാൻ കാണിച്ചു. ബാക്കി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.